കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് ഒരു കാര്യം ബോധ്യമായി 20% BJPയുടെ വോട്ട്. അതെ, വോട്ട് വർദ്ധിച്ചു. അത് ഏതാണ്ട് നല്ലൊരു ശതമാനവും പിടിച്ചിരിക്കുന്നത് ഹിന്ദുക്കളുടേതാണ്. അതെ. അപ്പോൾ 50% ഹിന്ദുക്കളുടെ 20% വോട്ടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40%. ഹിന്ദുക്കളുടെ 40% വോട്ട് ആർക്കാ പോകുന്നത്? അപ്പം ഏതാണ്ട് ഒഴുകുന്നു, BJPയിലേക്ക് ഒഴുകുന്നു. അപ്പോൾ ബാക്കി 60%-ആണ് UDF LDFും ഡിവൈഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 40% വോട്ട് ആരുടെ ഒപ്പം നിൽക്കുമെന്നുള്ളതൊരു പ്രശ്നമാണ്. തീർച്ചയായും. ഇല്ലെങ്കിൽ ഈ ബാക്കി വരുന്ന 60%-എങ്കിലും പിന്നെ എവിടെ നിർത്തണം എന്നുള്ളൊരു പ്രശ്നമാണ്. ഇതിനു വേണ്ടി ഹിന്ദു പ്രീണനം കാണിക്കുമ്പോൾ ചിലപ്പോൾ ചില തെറ്റായ ചില പിന്നെ ഉപമകൾ നടത്തുമ്പോൾ RSS നമുക്കത്ര വർജിക്കേണ്ടതല്ല, മോദി അത്ര പിന്നെ മാറ്റിനിർത്തപ്പെടേണ്ട ആളല്ല എന്നൊക്കെ പറയുമ്പം ചില മുസ്ലിം നേതാക്കൾ അതിനെ മിസ്യൂസ് ചെയ്തേക്കാം, മുസ്ലിം ജനതയ്ക്ക് ചില സംശയങ്ങൾ വന്നേക്കാം. അപ്പോൾ അതിനെ കവർ ചെയ്യാനായിട്ട് പിന്നെ ഹിന്ദുത്വത്തിൻ്റെ ഐഡിയൽസിനെ എടുത്തിട്ട് അടിക്കേണ്ട ആവശ്യം വരികയാണ്. തീർച്ചയായും. അല്ലെങ്കിൽ ഹിന്ദു പിന്നെ ജനതയുടെ ചില സിമ്പലുകളെ എടുത്തിട്ട് അടിക്കേണ്ട ആവശ്യം വരികയാണ്.